ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഗീ റൈസ് റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാവാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്പൈസസ് ആണ്. ഫസ്റ്റ് തന്നെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, ബേ ലീഫ്, ഇത്രയും സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ചെറുതായിട്ട് സവോള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മളിതൊന്ന് ചൂടായി വന്നിട്ടുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവോള വഴണ്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നീളത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നതാണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 3 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കുക. എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, കാരണം ചോറിലേക്കുള്ള ഉപ്പ് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കറക്റ്റാക്കുക. അതിനുശേഷം ഒരു ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അരി പൊട്ടി പോകാണ്ടിരിക്കാൻ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം 10 മിനിറ്റ് കുതിർത്തിയ ഈ ഒരു അരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോയൽ കുക്കിൻ്റെ അരിയാണ്. അരി കുതിർത്താതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരി പൊട്ടിപ്പോവും. അതുകൊണ്ട് 10 മിനിറ്റെങ്കിലും കുതിർത്താൻ വെക്കണം. അരി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത്, ഒരു 1/4 വേവാകുന്ന സമയത്ത് ഇതിന് മുകളിൽ തട്ട് വെച്ചിട്ട് നമുക്ക് ദമ്മിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയും ക്യാരറ്റെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം ഈ ഒരു റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ പീസ് വേവിച്ച് വറുത്തത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. വറുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. വേവിച്ചതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ ഈ ഒരു ചെറിയും ഒക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി സ്വാദുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്